100 കോടി രൂപ മുതൽ മുടക്കിൽ 1982-ലാണ് വെള്ളൂരിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രതീക്ഷിച്ചതിന് മുകളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് അധികം വൈകാതെ മിനിരത്ന കമ്പനി പട്ടികയിൽ ഇടം നേടാനും എച്ച്എല്ലിന് കഴിഞ്ഞു. 500-ൽ താഴെ സ്ഥിരം തൊഴിലാളികൾ, 600 കരാർ തൊഴിലാളികൾ, 350 ട്രെയിനികൾ, അസംസ്കൃത വസ്തു ശേഖരിക്കുന്ന 1000-ലധികം ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതാശ്രയമാണ് ഈ പൊതുമേഖലാ സ്ഥാപനം. 2012-13 വരെയുള്ള വർഷങ്ങളിൽ തുടർച്ചയായി ലാഭം നേടിയ കമ്പനി ലാഭവിഹിതമായി 117 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. പക്ഷേ കാലോചിതമായി കമ്പനിയെ സാങ്കേതികവൽക്കരിക്കാൻ തയ്യാറാകാത്തതും ന്യൂസ് പ്രിന്റ് ഇറക്കുമതി ചുങ്കം പൂർണ്ണമായി എടുത്തു കളഞ്ഞതും എച്ച്എല്ലിന് തിരിച്ചടിയായി. 2012 മുതൽ 15 വരെ ചെറിയ നഷ്ടമുണ്ടായെങ്കിലും 2015-16-ൽ 1,42 ലക്ഷം രൂപ നേടി ശക്തമായ തിരിച്ചുവരവ് നടത്തി. ഈ സാഹചര്യത്തിലാണ് എച്ച്എൻഎൽ സ്വകാര്യവൽക്കരണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ചിന്താശൂന്യമായ തീരുവ ഒഴിവാക്കലിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുകയും കാലോചിതമായ വികസനത്തിന് സാങ്കേതികവിദ്യ അടക്കം സ്വീകരിക്കുന്നതിനവരെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആവശ്യം. കമ്പനിയുടെ ആസ്തി വിവരങ്ങൾ കണക്കാക്കാൻ യോഗ്യരായ കമ്പനികളെ തേടി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിക്കഴിഞ്ഞു. 2 മാസത്തിനകം ആസ്തി വിവരങ്ങൾ തയ്യാറാക്കി സ്വകാര്യവൽക്കരണം വേഗത്തിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നടപടിയിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി പ്രക്ഷോഭത്തിലാണ്. റിപ്പോർട്ടർ, കോട്ടയം.